അയകുഫുർന ബില്ലാഹ്, അവർ അല്ലാഹുവിൽ അവിശ്വസിച്ചിരുന്ന പെണ്ണുങ്ങളായിരുന്നു. അല്ലാഹുവിനെ നിഷേധിച്ചിരുന്ന പെണ്ണുങ്ങളാണോ റസൂലേ താങ്കൾ നരകത്തിൽ കണ്ട പെണ്ണുങ്ങൾ? പ്രവാചകന്റെ മറുപടി, അല്ല, അല്ലാഹുവിൽ വിശ്വസിച്ചിരുന്ന പെണ്ണുങ്ങളാണവർ, നമസ്കരിക്കുന്ന പെണ്ണുങ്ങളാണവർ, നോമ്പനുഷ്ഠിച്ചിരുന്ന പെണ്ണുങ്ങളാണവർ, സക്കാത്തും സ്വതക്കയും നൽകിയിരുന്ന പെണ്ണുങ്ങളാണവർ. അവർ ചെയ്ത രണ്ട് തെറ്റുകൾ കാരണം, അതുകൊണ്ടാണ് അവർ നരകത്തിൽ പോവാൻ കാരണമെന്ന് റസൂലുള്ള പഠിപ്പിച്ചു. അവർക്കുണ്ടായ തെറ്റെന്താണ്? ആ സ്ത്രീകൾക്കുണ്ടായ പ്രശ്നം എന്താണ്? അവർ ചെയ്ത വലിയ കുറ്റം എന്താണെന്ന് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിനെയല്ല അവർ നിഷേധിച്ചത്, മറിച്ചവർ ചെയ്തത് യക്ഫുർനൽ അശീറത, അവരവരുടെ ഭർത്താക്കന്മാരെ നിഷേധിച്ചിരുന്നു. ഭർത്താക്കന്മാരെ നിഷേധിച്ചിരുന്നു എന്ന് കേട്ടപ്പോൾ പ്രവാചകന്റെ സദസ്സിലുള്ള സുഹാബിമാര് ചോദിച്ചു, അല്ല റസൂലേ, ഞങ്ങൾക്കൊക്കെ ഭാര്യമാരുണ്ടല്ലോ, എങ്ങനെയാണ് ഭർത്താവിനെ നിഷേധിക്കൽ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരിമാരെ, ഞാനും നിങ്ങളുമൊക്കെ അറിയാതെ തമാശയിലെങ്കിലും പറഞ്ഞു പോകുന്ന വാക്കാണ് പ്രവാചകൻ എടുത്ത് ധരിച്ചത്. സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ലൗ അഹ്സൻത ഇലാ ഇഹ്ദാഹിന്ന തഗ്റ സുമ്മ റഅതു മിൻക ശൈഅ ഖാലത് മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്തു, നിങ്ങളിൽ ഒരാൾ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കാലം മുഴുവനും നന്മ ചെയ്തു കൊടുക്കുകയും ഏതെങ്കിലും ഒരു നിമിഷത്തിൽ അവൾക്ക് നിങ്ങളിൽ നിന്ന് വല്ല നീരസവും അനുഭവപ്പെട്ടാൽ കാലത്ത് ആ പെണ്ണ് പറയും, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളിൽ നിന്ന് ഞാൻ തീരെ നന്മ കണ്ടിട്ടില്ല എന്ന് അവൾ പറയും. സഹോദരിമാരെ, നമുക്ക് തിരിയുന്ന ഭാഷയിൽ പറയുകയാണെങ്കിൽ, എന്റെയും നിങ്ങളുടെയും ഭാഷയിൽ പറയുകയാണെങ്കിൽ, ഒരു കാലം മുഴുവനും നമ്മുടെ ഭർത്താവ് നമ്മളെ തീറ്റിപ്പോറ്റിയിട്ട് നമ്മൾ ആവശ്യപ്പെട്ട ഒരു മൊത്ത, നമ്മൾ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ട മൊത്തക്ക് ചെറിയൊരു പോരായ്മ സംഭവിച്ചു, നമ്മൾ ഉദ്ദേശിച്ച കളറല്ല അതിന് കിട്ടിയതെങ്കിൽ, അത് ഭർത്താവ് നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന ഒരു വാക്കാണ് പ്രവാചകൻ നമ്മൾ ഉദ്ധരിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണ എനിക്ക് നല്ലത് ചെയ്തു തരുന്നത് സാരായിട്ട് നമ്മൾ പറയണ വാക്കാണ്. അല്ലെ ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ അത് നീ പറഞ്ഞേ കിട്ടിയില്ലടി, ഇല്ല അപ്പൊ കിട്ടിയത് എന്ന് പറയുമ്പോ വളരെ നിസ്സാരായിട്ട് നമ്മൾ പറയുന്ന വാക്ക്. അല്ലെ ഇപ്പൊ നിങ്ങളെന്നാ എനിക്ക് നല്ല ചെയ്തല്ല, ഞാൻ പറഞ്ഞ അരിപ്പല്ല ഇപ്പൊ എന്നാ കൊടുന്നു ഇത്രയും കാലം ഒപ്പം ജീവിച്ചിട്ട് എന്ന് പറയുന്ന